വേട്ടാമ്പാറ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തം. പൗരസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് പടിക്കൽ നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തി. അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീമഹർജിയും നൽകി. ജീവിക്കാനുള്ള അവസരം നൽകുക. വേട്ടാമ്പാറയിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമായി. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃതമായി ടാർ മിക്സിംഗ് പ്ലാന്റിന് ലൈസൻസ് നൽകിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വേട്ടാമ്പാറ പൌരസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് നൂറുകണക്കിന് ആളുകളെത്തി ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. ധർണാ സമരം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശം ഒന്നടങ്കം ഇവിടെ ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ മുഴുവൻ ആളുകളുമാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാട്ടാന ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യവുമായി ജീവിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു ജനതയാണ് ആ വാർഡിലുള്ളത്. ആകെ അവർക്കൊരു ആശ്വാസമെന്ന് പറയുന്നത് നല്ല വായു ശ്വസിക്കുക എന്നുള്ള ഒറ്റ ഒരു ലഭ്യം മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നല്ല വായു പോലും ശ്വസിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് വേട്ടാമ്പാറയെ മാറ്റിയിരിക്കുകയാണ്. അതിന് മെയിനായിട്ടുള്ള ഒരു ഘടകമാണ് പൊല്യൂഷന്റെ പേപ്പർ എന്ന് പറയുന്നത്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പിണ്ടിമന പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ വേട്ടാമ്പാറ പൌരസമിതിയും ഈ ഓഫീസിന് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിന്റെ ഒരു പ്രവർത്തനത്തിനും തടസ്സമാകാതെ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകനും കോതമംഗലം രൂപത AKCC പ്രസിഡന്റുമായ സണ്ണി കടുത്താഴെ മുഖ്യപ്രഭാഷണം നടത്തി. അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിച്ച് വേട്ടാമ്പാറ നിവാസികളുടെ ആശങ്ക അകറ്റിയില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പൌരസമിതി പ്രസിഡന്റ് EK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൌരസമിതി രക്ഷാധികാരിയും വേട്ടാമ്പാറ പള്ളി വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ സിബി പോൾ, ജോളി ജോർജ്, ജോസ് കുര്യൻ, സോവി കൃഷ്ണൻ, യോഹന്നാൻ TM, സൗമ്യ പോൾ, ജനപ്രതിനിധികളായ വിൽസൺ ജോൺ, ബേസിൽ തണ്ണിക്കോട്ട്, ആശാ വർക്കർ സിസിലി PJ, റിട്ടയർഡ് HM KA ജോസഫ്, മോളി ജോസ്, ടിഷ മൈക്കിൾ, കോഓർഡിനേറ്റർ KU ജോസ്, സെക്രട്ടറി ജിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. ടാർ മിക്സിംഗ് പ്ലാന്റിന് അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീമഹർജിയും നൽകി. സ്ത്രീകളും വൃദ്ധരും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ ധർണാ സമരത്തിൽ പങ്കെടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ നിയന്ത്രണമില്ലാതെ നടക്കുന്നവരല്ല ഞങ്ങള് മണ്ണിനോടും മലയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിക്കുന്നവരാണ്. ഏത് വന്യമൃഗത്തെയും തുരുത്തി ഓടിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിച്ചിട്ടില്ല. അതിനൊക്കെയുള്ള സമയം വരും വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമയും ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ, മലിനീകരണ ബോർഡിന്റെ ഗ്രീൻ ബുക്കിലുള്ള 17, 18, 19 എന്ന പോയിന്റുകൾ എന്തുകൊണ്ട് നിയന്ത്രണമില്ലാതെ നിങ്ങൾ അവിടെ അഴിച്ചുവിട്ടു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നും 2 പ്രാവശ്യം നിങ്ങൾക്ക് ലെറ്ററുകൾ കിട്ടി. ആ ലെറ്ററുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് ഉചിതമായ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിനൊരു മറുപടി പോലും കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മീഡിയ സിസ്റ്റി കോതമംഗലം.